സാബു എം ജേക്കബിന് വ്യവസായ സൗഹൃദമായ ആന്ധ്രയെയും തെലങ്കാനയും തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ വ്യവസായത്തിന് എത്രത്തോളം പിന്തുണ കിട്ടുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. കേരളം എന്ന് പറയുന്ന ഈ ഒരു ഇട്ടാവട്ടത്തിൽ മാത്രം നിൽക്കേണ്ടതാണോ? സാബു എം ജേക്കബ് എന്ന് പറയുന്നത് ഒരു വ്യവസായിയാണ്. കുറെ കാലങ്ങളായി ഒരു വ്യവസായം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അത് എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാകും. വ്യവസായ സൗഹൃദമല്ല കേരളം എന്ന് ആദ്യമായിട്ട് പറയുന്ന ആളൊന്നുമല്ല സാബു എം ജേക്കബ്. സുഗതൻ, പുനലൂരിലെ സുഗതനെയും ആന്തൂരിലെ സാജനെയും ഒന്നും നമുക്ക് മറക്കാൻ കഴിയില്ല. ആന്തൂരിലെ സാജന്റെ മരണം ഉണ്ടായപ്പോഴേക്കും പാർട്ടി പത്രത്തിൽ വന്ന വാർത്ത എങ്ങനെയായിരുന്നു എന്നത് നമുക്ക് മറക്കാൻ കഴിയുന്ന ഒന്നല്ല. അതെല്ലാം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ രജതരേഖയിൽ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതൊക്കെ ഇതേ സർക്കാർ ഇരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ സംഭവിച്ചതുമാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ കൃഷി നടക്കുന്നില്ല, അല്ലെങ്കിൽ പച്ചക്കറി ഉൽപ്പാദനം നടക്കുന്നില്ല എന്നൊക്കെ പരാതി പറയും. പക്ഷേ കേരളത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളിൽ പാട്ടത്തിന് സ്ഥലമെടുത്ത് കൃഷി ചെയ്യുകയാണ്. എന്നിട്ട് അവരവിടെ കൃഷി ചെയ്ത സാധനം നമ്മൾ ഇങ്ങോട്ടേക്ക് വാങ്ങിക്കുന്ന ഒരു രീതി കൂടിയുണ്ട്. അവിടെ പോകുന്ന ഈ കൃഷി ചെയ്യുന്ന മലയാളികൾ പറയുന്നത് എന്താണ്? അവിടെ സ്ഥലം കിട്ടും, നല്ല കൃഷി ചെയ്യാൻ യോഗ്യമായിട്ടുള്ള സ്ഥല ലഭ്യതയുണ്ട്, പാട്ടത്തുക കുറവാണ്, കുറഞ്ഞ കൂലി നിരക്ക്, അതുപോലെ തന്നെ കൃഷി ചെയ്യുന്നതിന് സൗജന്യ വൈദ്യുതി കിട്ടും. അപ്പോൾ ഈ കൃഷി ചെയ്യാനായിട്ട് ആളുകൾ പോകുന്നത് സാബു പറഞ്ഞിട്ടൊന്നുമല്ലല്ലോ. ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും സ്ഥലമുണ്ട്, എല്ലാം ഇങ്ങനെ പരവതാനി വിരിച്ചതുപോലെ എല്ലാം അങ്ങ് നടപ്പാക്കി കൊടുക്കുകയാണ്. കേരളം അത്രയും സുന്ദര സുരഭിലമായിട്ടുള്ള എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥലമാണ് എന്നുണ്ടെങ്കിൽ അംഗീകരിക്കേണ്ടതിനെ അംഗീകരിക്കണം, അതേസമയം തന്നെ വിമർശിക്കേണ്ടതിനെ വിമർശിക്കാനും നമുക്ക് കഴിയണം. എന്നാൽ മാത്രമേ യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് ഒരു വിശ്വാസ്യത വരികയുള്ളൂ. വിജയിച്ച ഒരാളെ പലയിടങ്ങളിലേക്ക് ക്ഷണിച്ചു എന്ന് വരും, പലയിടങ്ങളിലും വ്യവസായം തുടങ്ങാൻ പറഞ്ഞു വരും. അതിപ്പോൾ ഒരു മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും അങ്ങനെയാണ്. രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായ വ്യവസായി, ഈ ടാഗാണ് സാബു എം ജേക്കബിന് ഇപ്പോൾ ഇത്രയും എതിർപ്പ് നേരിടേണ്ടി വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. കിഴക്കമ്പലത്ത് 2020 വിജയിച്ച ഒരു മോഡൽ കൊണ്ടുവന്നതാണ്. ആ രാഷ്ട്രീയ മോഡൽ CPIഎമ്മിന് അംഗീകരിക്കാൻ കഴിയില്ല. ഒന്നുകിൽ CPIഎമ്മിന്റെ ഒക്കെ ചങ്ങാതിയായി നിൽക്കണം, CPIഎമ്മിനൊപ്പം നിന്നുകൊണ്ട് CPIഎമ്മിന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിലടക്കം ഒന്നിച്ചു നിൽക്കണം, അല്ലാതെ എതിരെ പോയി മത്സരിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സാബു എം ജേക്കബ് എന്ന് പറയുന്ന വ്യവസായിക്ക് ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാകില്ല.